ഏറെ സന്തോഷത്തോടെയാണ് ഞാനിന്ന് തുടക്കം പറയുന്നത്. മലയാളത്തിൻ്റെ മഹാനായ നടൻ, പ്രിയപ്പെട്ട നടൻ, എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക രോഗബാധിതനായി ഇനി ഒരുത്തൻ്റെ ശല്യം തീർന്നു എന്നൊക്കെ ഒരു പീറച്ചെറുക്കം പറഞ്ഞല്ലോ. അതിൽ നിന്നെല്ലാം മാറി അദ്ദേഹം പൂർവാധികം ശക്തിയോടെ ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് പറയും പോലെ ചെയ്ത എല്ലാ ടെസ്റ്റുകളിലും നെഗറ്റീവായി പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം മടങ്ങിയെത്തുന്നു. എന്നാണ് എറണാകുളത്ത് വരുന്നതെന്ന് എനിക്കറിയില്ല. ആൻറ്റോ ജോസഫും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ജോർജും അടക്കം ഒരുപാട് പേർ ആഘോഷം പോലെ പോസ്റ്റ് ഇട്ടു. എൻ്റെ മലയാളത്തിലെ വർത്തമാനകാല മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു നടി വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്, ദിനേശ് ചേട്ടാ ഒരു നല്ല കാര്യം പറയാൻ വിളിച്ചതാണ്. ഞങ്ങൾക്ക് എന്തേ, നമ്മുടെ മമ്മൂക്കയുടെ എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവായി ചേട്ടാ എന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ ആരുടെയോ രോഗം മാറിയ സന്തോഷമായിരുന്നു എനിക്ക്. അദ്ദേഹം പോകുന്നത് മഹേഷ് നാരായണൻ്റെ, മോഹൻലാലും മമ്മൂട്ടിയും നയൻതാരയും കുഞ്ചാക്കോ ബോബനും ഒക്കെ ഉള്ള പടത്തിലേക്കാണ്, ശ്രീലങ്കയിലേക്ക്. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി. ഇനിയും ഒരുപാട് കാലം മലയാള സിനിമയിൽ സജീവമായിട്ട് മമ്മൂക്ക നിൽക്കട്ടെ. നമസ്കാരം. വളരെ രസകരമായ ഒരു കഥയാണ് ഞാനിന്ന് പറയുന്നത്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ, അല്ലെങ്കിൽ മലയാളിയുടെ അഭിമാനമായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും 2 കാർ യാത്രകളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. മിന്നായം പോലെ കാറോടിച്ച് പായുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നല്ലോ മമ്മൂക്ക. കെ കരുണാകരൻ്റെ പ്രതാപകാലത്തായിരുന്നെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തോട് മമ്മൂട്ടിയുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ പറയുന്ന ശമ്പളം കൊടുത്ത് ലീഡർ മമ്മൂട്ടിയെ ചിലപ്പോൾ ഡ്രൈവറാക്കി തന്നെ. കാരണം ശരവേഗത്തിൽ കാറോടിച്ച് പോകുന്നവരോട് എന്നും ആരാധനയായിരുന്നു കെ കരുണാകരന്. കാർ അല്പം സ്പീഡ് കുറഞ്ഞാൽ പുറകിലിരുന്നിട്ട് ഡ്രൈവറെ സീറ്റിൽ ചവിട്ടുമെന്നാണ് പറഞ്ഞത്. വിടറോ ഇതെന്തോ കാളവണ്ടിയോ താ ഓടിക്കണേന്ന് ചോദിക്കും. കാരണം കാർ അങ്ങനെ പറക്കണം. അങ്ങനെ പറന്നാണല്ലോ കഴക്കൂട്ടത്ത് വെച്ച് കരണം മറിഞ്ഞു പോയത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ബാധിക്കുന്ന രീതിയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായത് ഈ അമിത വേഗം കൊണ്ടാണ്. തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എത്ര പാതിരാത്രിയായാലും ശരി 2-2.5 മണിക്കൂർ കൊണ്ട് ഓടിച്ച് കാർ സ്വയം ഓടിച്ച് കൊച്ചിയിൽ പോയിട്ട് രാവിലെ അതുപോലെ വെളുപ്പിന് രാവിലെ അവിടെ നിന്ന് കാർ ഓടിച്ച് തിരിച്ചു വരുമായിരുന്നു മമ്മൂക്ക. കൂട്ടത്തിൽ ആരെങ്കിലും കൂടെ കാറിൽ ഇരിക്കാൻ ഒരാളെ കൂടെ കിട്ടിയാൽ, ഒരു സുഹൃത്തിനോട് കിട്ടിയാൽ കുശാലായിരിക്കും എന്നാണ് പറഞ്ഞ ഡ്രൈവിങ്. ഒരിക്കൽ കോഴിക്കോട്ട് നിന്ന് മഞ്ചേരിക്ക് രാത്രി മമ്മൂക്കയുടെ കാറ് പറത്തുകയാണ്. സ്പീഡോമീറ്ററിൽ നോക്കാറില്ലെങ്കിലും 90 മൈൽ സ്പീഡ് കഴിഞ്ഞ് സൂചി മേളിലേക്ക് പോവുകയാണ്. പാതിരാത്രി ആയതിനാൽ റോഡിൽ വാഹനത്തിരക്കോ ജനത്തിരക്കോ ഒന്നും ഇല്ലല്ലോ. വളവുകളിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ ടയറുകൾ ടാറിൽ ഉരയുന്നതിൻ്റെ കൂവൽ തനിക്കിനിയും വേഗത കൂട്ടിക്കാമെന്ന് കാറ് നൽകുന്ന പ്രോത്സാഹനമായാണ് അക്കാലത്ത് മമ്മൂക്കയ്ക്ക് തോന്നുന്നത്. അതിനാൽ വളവുകളിൽ വേഗത കുറയ്ക്കാതെ പറത്തി വിടുമായിരുന്നു അദ്ദേഹം. അതായിരുന്നു ആ പ്രയാണ യാത്ര. പുതിയ കാറാണ് എന്നതിനാൽ വേഗതയിൽ ഒരു കുറവും വരുത്തിയില്ല. കാരണം അദ്ദേഹം അലക്ഷ്യമായിട്ട് ഓടിച്ചാലും ശരി, ഒരു 2-3 മാസം കഴിയുമ്പോൾ കാറങ്ങ് മാറ്റുമല്ലോ. 369 എന്നുള്ള നമ്പർ പ്ലേറ്റുള്ള കാറ് പറയുന്ന വില കൊടുത്ത് വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ആളുള്ള കാലമല്ലേ. അദ്ദേഹം റാഷായിട്ട് ഓടിച്ച് ഒരു 6 മാസം കഴിയുമ്പോൾ ആ കാറിനെ വേറെ ആർക്കെങ്കിലും മറിച്ച് കൊടുക്കും. നല്ല വിലയ്ക്ക് കിട്ടുന്ന വിലയല്ല, പറയുന്ന വിലയ്ക്ക്. ചെറിയ നിലാവിൽ വിജനമായ പാടങ്ങൾക്ക് നടുവിലൂടെ നീണ്ടു കിടക്കുന്ന റോഡ് നന്നായി കാണാമെന്നതിനാൽ വീണ്ടും ആക്സിലേറ്ററിൽ ചവിട്ടി വിടുകയാണ്, വേഗത കൂട്ടുകയാണ് വീണ്ടും. മിന്നായം പോലെ ചില ചെറിയ പീടികകൾ കടന്നു പോകുന്നുണ്ട്. ഈ കാർ യാത്രക്കിടയിൽ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട് കടകൾ, ചില കടകൾ അവിടെ ആയിട്ട്. പാടങ്ങൾ കഴിഞ്ഞ് റോഡിൻ്റെ ഇരുവശവും വാഗപ്പൂ മരങ്ങൾ നിരയായി നിൽക്കുന്നത് കാണാം. ഇവിടം നന്നായി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. സീറ്റിലൊന്ന് ഇളകിയിരുന്നിട്ട് കാറിൻ്റെ വേഗത പിന്നെയും കൂട്ടി. അതാ കാറിൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് നനച്ചിരിക്കാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഒരു വൃദ്ധൻ
റോഡിൻ്റെ നടുവിലേക്ക് നടന്നു വരുന്നു. സൈഡിൽ നിന്ന് ഭയങ്കര സ്പീഡിൽ പോകുമല്ലേ, ഒന്ന് ഞെട്ടിപ്പോകും നമ്മൾ ആരായാലും. ഒരു വയസ്സായ മനുഷ്യൻ റോഡിൻ്റെ നടുവിലേക്ക് വന്ന് കാറിനെ കൈ കാണിക്കുകയാണ്. അയാൾ സഹായം എന്തോ ചോദിച്ച് കാറിന് മുന്നിലേക്ക് കൈ കാണിക്കുകയാണെന്ന് മമ്മൂക്കയ്ക്ക് മനസ്സിലായി. അക്കാലത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന സന്തോഷാചാരിയായ ജോർജിനെ പോലെ ആരും സ്ഥിരമായിട്ട് കൂടെ ഉള്ള കാലമല്ല. പെട്ടെന്ന് കാർ നമുക്ക് ഇടത്തോട്ട് വെട്ടിച്ച് വീണ്ടും വലത്തോട്ട് വെട്ടി കാർ ഒന്ന് ഒലഞ്ഞു. ഇടത്തോട്ട് വെട്ടിയിട്ട് പിന്നെ വലത്തോട്ട് പോകുമ്പോൾ ഒന്ന് ഒലയുമല്ലോ. എന്താ പറയുക, ആടി ഒലഞ്ഞു എന്ന് തന്നെ പറയാം. കാറിൻ്റെ കൺട്രോൾ ഇവിടെയൊക്കെ വെച്ചാണ് നഷ്ടപ്പെടാറ്. ഇങ്ങനെ പെട്ടെന്നൊക്കെ ചവിട്ടുമ്പോഴാണ് കാറിൻ്റെ കൺട്രോൾ പോകുന്നത്. ചിലപ്പോൾ അപകടവും ഉണ്ടായെന്ന് വരാം. കരണം പറഞ്ഞൊക്കെ പോവാം, അത്രയും വേഗതയിൽ ഓടുകയല്ലേ കാർ. രാത്രിയുടെ ആ മഹാനിദ്രയിൽ കാറ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ അലർച്ച ദൂരെയുള്ളവർക്ക് വേണമെങ്കിലും കേൾക്കാം. അത്ര പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു നമുക്ക്. അപ്പോഴേക്കും ഈ വൃദ്ധനെയും കഴിഞ്ഞ് കാർ കുറച്ച് ദൂരം മുന്നോട്ട് പൊയ്ക്കഴിഞ്ഞു. മറ്റൊന്നും ചിന്തിച്ചില്ല, വണ്ടി നിർത്തി റിവേഴ്സ് ഗിയറിട്ട് പുറകിലേക്ക് വന്നു. കാറിനെ പുറകിലേക്ക് ഓടിച്ചു നമുക്ക്. കാറ് പുറകോട്ട് നീങ്ങി കൈ കാണിച്ച ആ വൃദ്ധൻ്റെ മുന്നിൽ പോയി നിന്നു. താൻ എന്ത് പണിയാണോ കാണിച്ചത് എന്ന് ചോദിക്കാനായിരിക്കാം കാർ കൊണ്ട് നിർത്തിയത്. കാർ വേഗതയിലായിരുന്നുവെന്നോ നനച്ചിരിക്കാത്ത സമയത്ത് റോഡിൽ കയറി നിന്ന് കൈ കാണിച്ചത് തെറ്റായിപ്പോയെന്നോ ഒന്നും ആ വയസ്സായ മനുഷ്യൻ ചിന്തിച്ചതേയില്ല. കാറിനടുത്തേക്ക് ഒന്നും അറിയാത്ത പോലെ ആ വൃദ്ധൻ നടന്നു വന്നു. അല്ലാതെ ഞാൻ ചെയ്തത് തെറ്റാണെന്നൊന്നും പുള്ളിക്ക് ബോധമില്ല. അപ്പോഴാണ് മമ്മൂക്ക ഒരു കാഴ്ച കാണുന്നത്. പഞ്ഞിക്കെട്ട് പോലെ ഒരു പെൺകുട്ടി സമീപത്തെ കലിങ്കിൽ കിടക്കുകയാണ്. ഈ വൃദ്ധൻ നിന്നതിൻ്റെ പുറകിലെ ഒരു കലിങ്കിൽ കിടക്കുകയാണ്. പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു പെൺകുട്ടി. കുട്ടിക്ക് പള്ളയിലുണ്ട്. ആ വയസ്സായ മനുഷ്യൻ പറയാണ്, പ്രസവവേദന തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഒന്ന് സഹായിക്കണം എന്നാണ് വൃദ്ധൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞത്. എൻ്റെ കുട്ടിക്ക് പള്ളയിലുണ്ട്, പ്രസവവേദന തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ആശുപത്രിയിലൊന്ന് എത്തിക്കാൻ, സർക്കാർ ആശുപത്രിയിൽ എത്തിക്കാൻ ഒന്ന് സഹായിക്കണം എന്ന് കൈകൂപ്പിക്കൊണ്ട് അയാൾ പറഞ്ഞു. നിങ്ങളെ അങ്ങനെ ചെയ്താൽ നിങ്ങളെ പടച്ചോൻ തുണയ്ക്കും എന്നും അദ്ദേഹം പറഞ്ഞു. വണ്ടിക്ക് മുന്നിൽ ചാടിയ കിളവനോട് അപ്പം തോന്നിയ ദേഷ്യമൊക്കെ അലിഞ്ഞുപോയി മമ്മൂക്കയ്ക്ക്. ഒന്നാമത് അങ്ങേർക്ക് ഈ പറയുന്ന സമയത്തല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നും മനസ്സിൽ വയ്ക്കുന്ന ആളല്ലല്ലോ. രാത്രിയായപ്പോൾ സമയം ഏതാണ്ട് 2 കഴിഞ്ഞിരുന്നു. മറ്റൊരു വാഹനം ഇവർക്ക് ലഭിക്കാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു കയറിക്കൊള്ളാൻ. വൃദ്ധന് ഒരു 70 വയസ്സ് കഴിഞ്ഞിരിക്കും. ആ ഗർഭിണി പെൺകുട്ടിക്ക് അങ്ങേറ്റം പോയാൽ ഒരു 18 വയസ്സ് വരാം. വൃദ്ധൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ആ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ്. വേദന സഹിക്കാനാവാതെ ആ പെൺകുട്ടി കരയുകയാണ്. കാറ് പതിയെ പതിയെ വീണ്ടും വേഗത കൂട്ടി. റൺവേയിൽ നിന്ന് വിമാനം ടേക്ക് ഓഫിന് പോകും പോലെ കൊച്ചിനെയും കയറ്റി ആ വൃദ്ധനെയും കയറ്റിയിട്ട് കാർ പതുക്കെ എടുത്ത്, ഗർഭിണിയല്ലേ, പക്ഷേ പിന്നെ കാറിൻ്റെ വേഗത കൂട്ടി. മഞ്ചേരി സർക്കാർ ആശുപത്രിയുടെ പോർട്ടിക്കോയിൽ വേഗതയിൽ ഓടി വന്ന കാർ സഡൻ ബ്രേക്ക് ഇട്ടു. രാത്രി നിങ്ങൾ ആലോചിക്കും, 2 മണിക്കൊക്കെ സഡൻ ബ്രേക്ക് ഇട്ടാൽ ആശുപത്രി മുഴുവൻ കിട്ടുന്നില്ലേ, ഭയങ്കര ശബ്ദമായിരിക്കുമല്ലോ. ആ ശബ്ദം കേട്ട് അത്യാഹിത വിഭാഗത്തിൽ നിന്നും 3-4 പേര് ഓടി വന്നു. എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് അവർക്ക് തോന്നി. തിരക്കിലും ഇരുട്ടിലും ആർക്കും ഈ കാറിൻ്റെ സാരഥി മലയാള സിനിമയുടെ സൂപ്പർ താരം മമ്മൂട്ടിയാണെന്ന് ഒരാളും മനസ്സിലാക്കിയില്ല. ഒന്നാമത് ഇദ്ദേഹം വണ്ടി ഓടിക്കുമ്പോൾ തോർത്ത് ഇങ്ങനെയൊക്കെ കെട്ടിയേക്കാൻ ഇരിക്കാറ്, കാതിൽ കാറ്റ് കയറാതിരിക്കാനും ഒക്കെ ആയിട്ട്. എന്തായാലും ആ ഇരുട്ടും വെളിച്ചവും കൂടെ സമ്മിശ്രമായി കിടക്കുന്ന ആശുപത്രിയുടെ പോർട്ടിക്കോയിൽ ഇങ്ങനെ കാറോട് നിർത്തുമ്പോൾ മമ്മൂട്ടിയുടെ കാറായിരിക്കുമെന്ന് ആരും ചിന്തിക്കില്ല. രോഗിയല്ലേ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. രോഗിയെ ഇറക്കുന്നതിനിടയിൽ ഡ്രൈവർ ആരാണെന്ന് നോക്കേണ്ട കാര്യവുമില്ല. ഓടി വന്നവരോട് വൃദ്ധൻ എന്തോ പറഞ്ഞതിനാൽ അവർക്ക് പെൺകുട്ടിയെ പുറത്തേക്ക് എടുക്കുന്ന ശ്രദ്ധയിലായിരുന്നു. അയാൾ പറഞ്ഞു കാണും, പള്ളയിലുള്ളതാണ്, പ്രസവ വേദന എടുക്കുകയാണെന്ന് പറഞ്ഞു കാണും. മമ്മൂക്ക കാറ് മുന്നോട്ടെടുത്ത് വണ്ടി തിരിച്ചു. അപ്പോൾ വണ്ടി തിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച, മുന്നോട്ട് ആശുപത്രിയുടെ കോറിഡോറിലേക്ക് സ്ട്രെച്ചറിൽ ആ കൊച്ചുകുട്ടിയെ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ പോയ വൃദ്ധൻ തിരിച്ചു വന്നു. എന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു, വലിയ ഉപകാരമായി, പടച്ചോൻ്റെ കൃപ,
എന്താ പേര്? എൻ്റെ പേര് മമ്മൂട്ടി എന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടിയാണെന്ന് പറഞ്ഞിട്ടും ആ പാവത്തിന് നമ്മുടെ സിനിമ നടൻ മമ്മൂട്ടിയാണെന്ന് മനസ്സിലായില്ല. ഒട്ടും പ്രതീക്ഷിക്കില്ലല്ലോ സിനിമാ നടൻ മമ്മൂട്ടി പാതിരാത്രി 2:30 മണിക്ക് മഞ്ചേരി വഴി കാർ ഓടിച്ച് പോകുന്നൊന്നും പ്രതീക്ഷിക്കില്ല. വയസ്സായ മനുഷ്യനല്ലേ. മാത്രമല്ല സിനിമാ നടനൊക്കെ ആകുമ്പോൾ പുറകിലെ സീറ്റിൽ ഞെളിഞ്ഞിരിക്കുകയല്ലേ ഉള്ളൂ, അല്ലാതെ ഡ്രൈവർ റോൾ എടുക്കുമല്ലോ. ഈ മുഖം എവിടെയോ നമ്മൾ കണ്ടിരിക്കുന്നത് എന്ന് പോലും ആ മനുഷ്യന് തോന്നിയില്ല. അപ്പോൾ നമുക്ക് ചോദിച്ചു, എന്താ പരിപാടി? ചുമട. ആലോചിച്ച് നോക്കിയേ, 75-ാമത്തെ വയസ്സിലും തലച്ചുമടെടുക്കുന്ന മനുഷ്യനാണ്. മോടെ കുട്ടിയാണ്, ബാപ്പയില്ല, ആ കുട്ടിക്ക് ബാപ്പയില്ല. ഇത്രയും പറയുന്നതിനിടയിൽ മുണ്ടിൻ്റെ കോന്തലയിൽ നിന്ന് ഒരു ചെറിയ പൊതിയെടുത്ത് തുറന്ന് ഇരുട്ടിൻ്റെ മറവിൽ ഒരു കടലാസ് മമ്മൂക്കയ്ക്ക് നീട്ടി പൃഥൻ. ഒരു സന്തോഷമാണെന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞാണ് ആ കടലാസ് നീട്ടിയത്. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. ആ കടലാസ് മമ്മൂക്ക വാങ്ങിച്ചതും അയാൾ കോറിഡോറിലേക്ക് മോളെ കൊണ്ടുപോയ വഴി, അല്ലെങ്കിൽ കൊച്ചു പേരക്കുട്ടിയെ കൊണ്ടുപോയ വഴിയെ അയാൾ നടന്നങ്ങ് പോയി. തൻ്റെ കൈവശമിരിക്കുന്ന ചുക്കിച്ചുളിഞ്ഞ കടലാസിലേക്ക് വെളിച്ചത്തോട്ട് വെച്ച് മമ്മൂക്ക നോക്കിയത് എന്താണെന്ന്. ഒരു 2 രൂപയുടെ നോട്ടായിരുന്നു അത്. 2 രൂപ. വർഷങ്ങൾക്ക് മുമ്പാണ്. എന്തായിരിക്കാം ഈ 2 രൂപയുടെ കണക്ക് എന്ന് ഒരു നിമിഷം നമുക്ക് ആലോചിച്ചു. 2 പേരുടെ ബസ് ടിക്കറ്റിൻ്റെ കാശായിരിക്കാം. 1 രൂപ. അന്നത്തെ കാലത്ത് 1 രൂപ ടിക്കറ്റ് ആയിരിക്കാം. 2 പേർക്കുള്ള 2 രൂപ ടിക്കറ്റിൻ്റെ പൈസ ആയിരിക്കാം. തന്നില്ല, ഫ്രീ ആയിട്ട് കൊണ്ടുവന്നൊന്നും വിചാരിക്കരുത്. ബസ്സിൻ്റെ ടിക്കറ്റിൻ്റെ പൈസ ഇരിക്കുന്നു എന്ന് പറഞ്ഞായിരിക്കാം പുള്ളി 2 രൂപ കൊടുത്തത്. വേഗതയോടെയുള്ള തൻ്റെ ഡ്രൈവിങ്ങിൽ ഒരു പെൺകുട്ടിയുടെ 2 ജീവനുകളെ, ഒരു പുതിയ കുരുന്ന് ആ വയറ്റിൽ എന്താ പറയുക ജന്മം കൊണ്ടിരിക്കുകയാണല്ലോ, 2 ജീവനുകളെ ഈ ദുനിയാവിലേക്ക് വരാൻ ചെറിയൊരു സഹായം ഈ പാതിരാത്രിയിൽ തനിക്ക് ചെയ്യാനായി എന്നത് ഒരു പുണ്യപ്രവൃത്തിയായി മമ്മൂക്കയ്ക്ക് തോന്നി. ഞാൻ കാർ നിർത്തിയില്ലായിരുന്നെങ്കിലോ? പ്രസവവേദന എടുക്കുന്ന പെൺകുട്ടി, അതിനകത്ത് ഈ ലോകം ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഒരു കുഞ്ഞ്, അവൾക്ക് ഈ ദുനിയാവ് കാണാനായിട്ട് മഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ കൊണ്ടാക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ എന്ന് മമ്മൂക്ക ആലോചിച്ചു. തൻ്റെ വേഗതയിലുള്ള ഡ്രൈവിംഗ് ഉപകാരപ്പെട്ട ഒരു നിമിഷമാണിത് എന്ന് അദ്ദേഹത്തിന് തോന്നി. വേഗം കൂടിയ ഡ്രൈവിങ് എന്നും ഒരു ഹരമായിരുന്നു മമ്മൂക്കയ്ക്ക്. ഇപ്പോൾ ഡ്രൈവിംഗ് ഇല്ലാന്ന് തോന്നുന്നു. 74 വയസ്സായില്ലെന്നേ. മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം ചെല്ലില്ലല്ലോ. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇപ്പോൾ ഡ്രൈവിങ്ങിൽ നിന്നും പിൻവാങ്ങിയെന്ന് തോന്നുന്നു. പുറകിൽ കയറാറേ ഉള്ളൂ എന്ന് തോന്നുന്നു. മറ്റേ ഞങ്ങളുടെ സുഹൃത്തും പുറപ്പടക്കം നടക്കുമ്പോൾ റാഷായിട്ട് ഓടിച്ചുകൊണ്ടെന്ന്, അന്ന് കോൺഗ്രസ് കാറായിരുന്നു, പുറകിൽ ഡിഷൊക്കെ വെച്ച്, അതും അന്നും 3, 6, 9 തന്നെ റാഷായിട്ട് ഓടിച്ചുകൊണ്ടെന്ന് ഷൂട്ടിങ് നടക്കുന്നതിൻ്റെ സ്പോട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഒന്നും അറിയത്തില്ല, പുള്ളി നടന്നങ്ങ് പോകും കാറവിടെ ഇട്ടിട്ട്. അപ്പോൾ കാറിൻ്റെ പുറകിൽ നിന്ന് ജോർജും സംഘവും എല്ലാം ഇറങ്ങിയ ശേഷം പുറകെ ഇരിക്കുന്ന ഡ്രൈവർ ഇറങ്ങി വന്ന് കാർ റിവേഴ്സ് എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് തണലത്ത് ഒതുക്കിയിടും. ഡ്രൈവർക്ക് അത്രേ ജോലിയുള്ളൂ. ഇപ്പോൾ അദ്ദേഹം അത് ഓടിക്കില്ല എന്ന് തോന്നുന്നു. അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമേ മമ്മൂക്കയുടെ കാറ് മറ്റൊരാൾ ഓടിക്കുന്നത് സംഭവിച്ചിട്ടുള്ളൂ. വളരെ അപൂർവമാണ്, റയറാണ്. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഓടിക്കും. ഇവിടുന്ന് എറണാകുളം വരെ, എന്നാൽ ആലപ്പുഴ വരെ ചെന്നിട്ട് എന്നാൽ ബാക്കി നീ ഓടരുത് എന്ന് പറയുകയില്ല, അദ്ദേഹം തന്നെ ഓടിക്കും. ലൊക്കേഷനിൽ വേഗതയിൽ വന്ന് ബ്രേക്കിട്ട ശേഷം ഡോർ തുറന്ന് ഒരു വല്ലാത്ത നടത്തയാണ് അദ്ദേഹത്തിൻ്റെ. ഡ്രൈവർ ഇറങ്ങി വന്ന് തിരിച്ച് മാറ്റിയിട്ടാൽ മതി. 12-13 മണിക്കൂർ ഓടി തളർന്ന് ട്രെയിൻ എറണാകുളം നോർത്തിൽ വന്ന് നിൽക്കുന്ന ചെന്നൈയിൽ നിന്ന് ഓടി തുടങ്ങിയതാണ്. വന്ന് 12-13 മണിക്കൂർ ഓടി തളർന്ന് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ വന്ന് നിൽക്കുന്ന കാലത്ത് 8 മണിക്കൂർ കൊണ്ട് ചെന്നൈയിൽ നിന്നും എന്താ പറയുക കൊച്ചിയിലെത്തുന്ന, അങ്ങനെ പറപ്പിക്കുന്ന വേഗതയാണ് മമ്മൂക്കയ്ക്ക് ഉണ്ടായിരുന്നത്. കേരള ചെന്നൈ യാത്ര സ്ഥിരം അദ്ദേഹം ഫ്ലൈറ്റിൽ പോവുകയില്ല, കാറിലേ പോവുള്ളായിരുന്നു. 8 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് ചെന്നൈക്കും ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലും എത്തുമായിരുന്നു. തനിക്ക് സ്വസ്ഥമായി കാർ ഓടിക്കാമല്ലോ എന്ന ചിന്തയിലായിരുന്നു അക്കാലത്ത് അദ്ദേഹം എന്താ പറയുക ചെന്നൈ കൊച്ചി കാർ ഡ്രൈവിംഗ് നടത്തിയിരുന്നത്. എന്തുകൊണ്ടാണ് വേഗതയെ പ്രണയിക്കുകയും വേഗതയേറിയ ഡ്രൈവിങ്ങിനെ സ്നേഹിക്കുകയും ചെയ്തു മമ്മൂക്ക എന്ന് ചോദിച്ചാൽ,
വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഏകാഗ്രത കിട്ടും, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. നമുക്ക് പറയുന്നത് വണ്ടി ഓടിക്കുമ്പോൾ 5 കാര്യങ്ങൾ തനിക്ക് കൂട്ടായി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഡ്രൈവറാണ് നമുക്ക്. 1, നിയന്ത്രിക്കാനുള്ള അധികാരം. ആ കാർ ഡ്രൈവറുടെ കയ്യിലിരിക്കുന്നത്, നിയന്ത്രിക്കാനുള്ള അധികാരം. 2, വേഗം. നമ്മളാണ് നിശ്ചയിക്കുന്നത് ഏത് സ്പീഡിൽ ഓടണം. ഇത് കാർ 80-ൽ ഓടണോ, 100-ൽ ഓടണോ, 120-ൽ ഓടണോ എന്ന് തീരുമാനിക്കുന്നത് ഡ്രൈവറാണല്ലോ. 3, കാർ ഓടിക്കുമ്പോഴുള്ള ജാഗ്രത. കുണ്ടും കുഴിയും, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൃദ്ധനെടുത്ത് ചാടുകയോ, ഒരു പട്ടി കുറുകെ ചാടുകയോ, ഒരു അലക്ഷ്യമായി കാർ ഓടിച്ച് വരുന്നവനെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ആ ജാഗ്രത ഉണ്ടാവണം. അതുപോലെ തന്നെ എത്ര വേഗതയിൽ ഓടിച്ചാലും ആ കാറിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിൽക്കുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാകണം. അതുപോലെ നമ്മൾ ഓടിക്കുന്നിടം മാത്രമല്ല, വളരെ ദൂരയിൽ നിന്ന് ഉള്ള ദൂരക്കാഴ്ച ഉണ്ടാവണം. കാരണം എവിടെ നിന്നാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അടുത്തൊരു വളവാണോ, ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് വരികയാണോ, എല്ലാം ശ്രദ്ധിക്കാനുള്ള ദൂരക്കാഴ്ച നമുക്കുണ്ടാവണം. ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടേത് മാത്രമാണ് എന്നാണ് മമ്മൂക്കയുടെ ചിന്ത. വണ്ടിയിലിരിക്കുന്നവർ എത്ര പ്രഗത്ഭരായാലും അവർക്കിതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ല എന്നാണ് മമ്മൂക്ക പറയുന്നത്. എല്ലാം ഓടിക്കുന്ന നമ്മുടെ വിരൽത്തുമ്പിൽ എന്ന് പറയുന്ന ഒരവസ്ഥ. ഓരോ ഇഞ്ചും മുന്നിൽ കണ്ട് അപകടങ്ങളിൽ നിന്ന് തിരിഞ്ഞും വളഞ്ഞും മാറിക്കൊണ്ട് ജാഗ്രതയോടെ നാം തന്നെ മുന്നോട്ട് പോകുന്നു. അധികാരത്തിൻ്റെയും ശക്തിയുടെയും നിയന്ത്രണ ചക്രം നമ്മുടേത് മാത്രമാകുന്ന ഒരവസ്ഥ. നേരത്തെ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ബാക്കി വെച്ചുകൊണ്ട് ആ 5 കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് വണ്ടി എന്ന സങ്കല്പം എടുത്തു മാറ്റുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നിയന്ത്രിക്കാനുള്ള അധികാരം, വേഗം, ജാഗ്രത, നിയന്ത്രണം, ദൂരക്കാഴ്ച. ഈ 5ഉം നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് അതൊരു കാറിന് വേണ്ടിയാണ് പറഞ്ഞെന്നുള്ള ചിന്ത ഒഴിവാക്കാനാണ് നമുക്ക് പറയുന്നത്. നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോഴോ, ഏതെങ്കിലും പദവിയിലിരിക്കുമ്പോഴോ, എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ഈ പറഞ്ഞ 5 കാര്യങ്ങളും ഉണ്ടെന്ന് വയ്ക്കുക. ഏത് 5 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ? നിയന്ത്രിക്കാനുള്ള അധികാരം, വേഗം, ജാഗ്രത, നിയന്ത്രണം, ദൂരക്കാഴ്ച. ഇത്രയും ശ്രദ്ധിക്കാനാവുമെങ്കിൽ ആ സ്ഥാപനത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ മനുഷ്യൻ നമ്മളായിരിക്കുമെന്നാണ് മമ്മൂക്ക പറയുന്നത്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും ശ്രദ്ധേയനായ മനുഷ്യനും നമ്മളായിരിക്കുമെന്നാണ് മമ്മൂക്ക പറയുന്നത്. ഡ്രൈവറാകാൻ വണ്ടി വേണമെന്നില്ല, സ്വന്തം ജീവിതം തന്നെ നന്നായി ഡ്രൈവ് ചെയ്തുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ജോലിയിലൊന്നും ശ്രദ്ധേയനാകണമെന്ന മമ്മൂക്കയുടെ മോഹമായിരിക്കാം കൂടുതൽ വേഗത്തിൽ വണ്ടി ഓടിക്കാൻ മനസ്സിനകത്തിരുന്ന് ആരോ പ്രേരിപ്പിക്കുന്നത്. ജീവിതത്തെയും ഇതേപോലെ കൃത്യമായി ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നതാണ് മമ്മൂക്കയുടെ പ്രതീക്ഷ. അല്ലെങ്കിൽ കഴിയണം. ആക്സിലേറ്ററിൽ കാൽ അമരുമ്പോൾ ആ രാത്രി വേഗത്തിൻ്റെ വില പഠിപ്പിച്ച ആ വൃദ്ധനെ ഇപ്പോഴും മമ്മൂക്ക ഓർക്കാറുണ്ട് എന്നാണ് പറയാറ്. കൂടെ ഒരു വലിയ നോട്ടിൽ മാത്രമല്ല, അത് കൊടുക്കുമ്പോഴുള്ള മനസ്സിൻ്റെ തെളിച്ചത്തിൽ കൂടിയാണ് മമ്മൂക്ക ആ വൃദ്ധനിൽ നിന്നും പഠിച്ചത്. അത് 2 രൂപയാണെന്നുള്ളതല്ല, നിങ്ങളുടെ ഫ്രീ വേണ്ട, ബസ്സിൻ്റെ ടിക്കറ്റ് അതിൻ്റെ റേറ്റാണെങ്കിൽ പോലും ഇരിക്കട്ടെ, ഞങ്ങൾ 2 പേര് 1 രൂപ ടിക്കറ്റ് എടുത്താൽ 2 പേർക്ക് 2 രൂപ ടിക്കറ്റാണ്, അത് നിങ്ങളിൽ ഇരിക്കട്ടെ എന്നുള്ള ഒരു ആത്മാഭിമാനമുള്ള മനുഷ്യനായിരിക്കാം ആ വൃദ്ധനാണ്. എത്രയോ കോടി പ്രതിഫലം വാങ്ങിക്കുന്നതിനിടയിലും ആ വേഗം സമ്മാനിച്ച 2 രൂപയെക്കുറിച്ച് എന്നും ഓർക്കുന്ന ആളായിരുന്നു മമ്മൂക്ക. കാരണം ആ വൃദ്ധൻ ആ പാതിരാത്രി എടുത്ത് നീട്ടിയ കടലാസ് എത്രയോ കോടികൾ കൈകൊണ്ട് വാങ്ങിയപ്പോഴും മമ്മൂക്ക ഓർക്കാറുണ്ട് എന്നാണ് പറയുന്നത്.